Hello all, welcome to my YouTube channel. ഇവിടെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമാസ് ഗോട്ടാണ് കേട്ടോ. പാത്തുമ്മയുടെ ആട് പേജ് നമ്പർ 113 അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് നമുക്ക് നോക്കാം. സുൽത്താൻ ഓഫ് ബേപ്പൂർ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ബേപ്പൂർ സുൽത്താൻ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. പിന്നെ അദ്ദേഹം ഒരു റവല്യൂഷണറി ആയിരുന്നു, ട്രാവലർ ആയിരുന്നു, ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ജോബ്സ് ഒക്കെ ഇദ്ദേഹം എടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ഹിസ് റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺകൺവെൻഷണൽ യൂസ് ഓഫ് മലയാളം ലാംഗ്വേജസ് ആണ്. പോളിഷ്ഡ് ലാംഗ്വേജ് അല്ല, അൺകൺവെൻഷണൽ യൂസ് ഓഫ് മലയാളം ലാംഗ്വേജ്. അതായത് ഹൈ ആയിട്ടുള്ള റൈറ്റിംഗ് സ്റ്റൈലൊന്നും അല്ല, ലിറ്ററി സ്റ്റൈലൊന്നും അല്ല അദ്ദേഹം യൂസ് ചെയ്യുന്നത്. അതായത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഓർഡിനറി മലയാളത്തിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. നോർമൽ മലയാളത്തിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അദ്ദേഹത്തിന് ഇമ്പോർട്ടന്റ് വർക്ക്സ് എന്ന് പറയുന്ന പ്രേമലേഖനം, മതിലുകള്, ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, എന്റെ ഉപ്പുപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്നു, ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ പാത്തുമ്മയുടെ ആടെന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് R.E. ആഷർ ആൻഡ് അച്ചാമ കോയിൽ പറമ്പിൽ ചന്ദ്രശേഖരൻ ഇവർ രണ്ടുപേരുമാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലോട്ട്. പേജ് നമ്പർ 114 അപ്പൊ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് മലയാളം ലിറ്ററേച്ചറിലെ ഒരു ഐക്കൺ തന്നെയാണ്. സോ ഒരു ന്യൂ ഫോം ഓഫ് റിയലിസ്റ്റിക് റൈറ്റിംഗ് ആണ് ഇദ്ദേഹം കൊണ്ടുവന്നത്. ഫോമിലാണെങ്കിലും സ്റ്റൈലിലാണെങ്കിലും കോണ്ടന്റിലാണെങ്കിലും ഒരു ന്യൂ വേ ഓഫ് റിയലിസ്റ്റിക് സ്റ്റൈൽ. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നോവലാണിത്. അതിനൊരു സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് പ്ലോട്ട് ഇല്ല. ഇത് മൊത്തം കുറെ എപ്പിസോഡ്സ് ആണ്. അദ്ദേഹം ഓർത്തെടുത്ത കുറെ എപ്പിസോഡിക് ആയിട്ടാണ് ഇത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. കുറെ എപ്പിസോഡ്സ് ആയിട്ടാണ്, കണ്ടിന്യൂവേഷൻ ഒന്നും കാണത്തില്ല. ഓക്കെ. പിന്നെ എന്താണ് ഒരു പ്രശ്നത്തിനെ കുറിച്ചല്ല അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതായത് ഒരു സെൻട്രൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റിനെ കുറിച്ചല്ല എഴുതിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാരക്ടറിന്റെ തന്നെ എവല്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. പല ക്യാരക്ടേഴ്സ് ഇങ്ങനെ വന്നു പോയി നിൽക്കുവാണ്. ടൈറ്റിൽ പറയുന്ന പോലെ ഈ ഒരു നോവൽ എന്ന് പറയുന്നത് പാത്തുമ്മയുടെ ആടിന്റെ ആക്ടിവിറ്റീസ് ആണ്. അത് ആട് എങ്ങനെയാണ് ആ വീട്ടിൽ ഉള്ളത്, അല്ലെങ്കിൽ ആട് എന്തൊക്കെ തിന്നുന്നു, ആട് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നത്. അത് മാത്രമല്ല ലാർജ് ഫാമിലിയാണ് ബഷീറിന്റെ ആ ലാർജ് ഫാമിലിയിലെ പ്രശ്നങ്ങളെ കുറിച്ചും ഇതിനകത്ത് റിയലിസ്റ്റിക് ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ ഒരു ലോവർ മിഡിൽ ക്ലാസ് വീട് എങ്ങനെയാണോ ആ സിറ്റുവേഷൻസിനെ കുറിച്ച്, ഇമോഷൻസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ നോവൽ എന്ന് പറയുന്നത് പൈസ ഇല്ലാത്തതിന്റെ പോവർട്ടിയുടെ കാര്യം പറയുന്നുണ്ട്, ഫാമിലി ഇഷ്യൂസിന്റെ കാര്യം പറയുന്നുണ്ട്, കള്ളങ്ങളുടെ കാര്യം, തെഫ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, മോഷണത്തിനെ കുറിച്ച്, ക്വാറലിനെ കുറിച്ച്, വഴക്ക്, റിവെഞ്ച്, ഇതിനെല്ലാം ഡീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ റീഡേഴ്സിന്റെ മൈൻഡിൽ ഒരു കൈൻഡ് ഓഫ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നോട്ടാണ് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഭയങ്കര ചിരിച്ചുകൊണ്ട് നമുക്കത് വായിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ എക്സ്ട്രാ പോയംസ് എന്ന് പറയുന്നത് ബഷീർ ജനിച്ചത് തലവലപ്പറമ്പിലാണ് കേട്ടോ, കോട്ടയം ഡിസ്ട്രിക്റ്റിലെ. പിന്നെ ബേപ്പൂർ സുൽത്താൻ എന്നുള്ള പേര് മറന്നു പോകരുത്. നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിലൊക്കെ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. സോ പാത്തുമ്മയുടെ ആടെന്ന് പറയുന്നത് മിസ് പറഞ്ഞു റിയലിസ്റ്റിക് ആണ്, എപ്പിസോഡിക് നേച്ചർ ആണ്. പിന്നെ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു സമ്മറി പോലെ ഏകദേശം ഒരു ഇത് കിട്ടും. പേജ് നമ്പർ 193 ഗൈഡിലെ കാര്യം മിസ് പറയുന്നത് പാത്തുമ്മയുടെ ഗോട്ട് എന്നുള്ള പാത്തുമ്മയുടെ ആട് എന്നുള്ളതിന് വേറൊരു ടൈറ്റിലായിരുന്നു ആദ്യമേ കൊടുത്തിരുന്നത്. അതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് പെണ്ണുങ്ങളുടെ ബുദ്ധി, ദ വിസ്ഡം ഓഫ് വിമൻ എന്നായിരുന്നു ഓൾട്ടർനേറ്റീവ് ടൈറ്റിൽ. പിന്നെ ബഷീർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ യാത്രകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തിരികെ, അതായത് കുറെ ജയിലിലൊക്കെ കിടന്നിട്ടുണ്ട്. അപ്പൊ ആ യാത്രയും ജയിൽവാസവും എല്ലാം കഴിഞ്ഞിട്ട് തിരികെ വീട്ടിലോട്ട് വന്നപ്പോൾ ബഷീറിന്റെ വീട് ഒരു എക്സൈസ് ഇൻസ്പെക്ടർ രാമൻകുട്ടി എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടി റെന്റിന് കൊടുത്തേക്കുകയായിരുന്നു. ഓക്കെ, ബഷീറിന്റെ വീട്. അപ്പൊ ബഷീറിന് എന്ത് പറ്റി? ബഷീർ അവസാനം ഫാമിലി വീട്ടിൽ ആൻസെസ്ട്രൽ ഹൗസിൽ താമസിക്കാൻ വേണ്ടി വന്നു. അതുകൊണ്ട് പിന്നെ പാത്തുമ്മയുടെ ആട് 2 നോവൽസ് തിന്നുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ബഷീറിന്റെ. ഏതൊക്കെ 2 നോവൽസാണ് തിന്നതെന്ന് വെച്ചാൽ ബാല്യകാല സഖിയും ശബ്ദങ്ങൾ എന്നുള്ള നോവൽസും പാത്തുമ്മയുടെ ആട് തിന്നിട്ടുണ്ട്. പാത്തുമ്മ എന്ന് പറയുന്നത് ബഷീറിന്റെ സഹോദരിയാണ് കേട്ടോ. സഹോദരിക്ക് ഒരു ആടുണ്ട്. ആ ആടിന്റെ പ്രശ്നങ്ങളും ആട് ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. പിന്നെ പാത്തുമ്മ ബഷീറിന്റെ അടുത്ത് സീക്രട്ട് ആയിട്ട് ഗോൾഡ് ഇയറിംഗ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഓക്കെ, പിന്നെന്താണ് ഖദീജ എന്ന് പറയുന്നത് പാത്തുമ്മയുടെ മോളാണ് ഖദീജ. അബ്ദുൾ ഖാദർ എന്ന് പറയുന്നത് ബഷീറിന്റെ ഫസ്റ്റ് യങ്ങർ ബ്രദർ ആണ്. പിന്നെന്താണ് പാത്തുമ്മയുടെ ഗോട്ടിനെ ബഷീർ വിളിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അജസുന്ദരി എന്നാണ്. ദ ഗോട്ട് ബ്യൂട്ടി. അജം എന്ന് വെച്ചാൽ ആട്. അജസുന്ദരി എന്നാണ് ബഷീർ പാത്തുമ്മയുടെ ആടിനെ കളിയാക്കിക്കൊണ്ട് വിളിക്കുന്നത്. ബഷീറിന്റെ അമ്മയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ബഷീറിന്റെ കല്യാണം കാണണം, അയാളുടെ കൂടെ താമസിക്കണം. പിന്നെ സുഹാസിനി എന്ന് പറയുന്നൊരു ക്യാരക്ടർ വരുന്നുണ്ട്. സുഹാസിനി എന്ന് പറയുന്നൊരു സ്കൂൾ ഗേൾ ആണ്. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ഓക്കെ, പിന്നെ അടുത്തത് ബഷീറിന് തിരികെ വീട്ടിൽ വന്നപ്പോൾ ഉണ്ടാവുന്ന ഫേസ് ചെയ്തേക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ പ്രൈവറ്റ് വീടെന്ന് പറയുന്നത് വാടകയ്ക്ക് കൊടുത്തു. അനിയനാണ് വീട്ടിലെ ജോലികളെല്ലാം നോക്കുന്നത്, അബ്ദുൾ ഖാദർ. അപ്പൊ അനിയൻ ഒരു ചെറിയ ജോലിയുണ്ട്. അപ്പൊ ഇയാൾ വീട്ടിലങ്ങ് കാണത്തില്ലല്ലോ, ഒരുപാട് യാത്ര ചെയ്യുന്ന മനുഷ്യനൊക്കെ ആണ്. അനിയനാണ് വീട്ടിലെ ജോലികളും കാര്യങ്ങളും എല്ലാം നോക്കുന്നത്, ഫാമിലി എല്ലാം നോക്കുന്നത്. സോ അനിയൻ എന്ത് ചെയ്തു? ഇയാൾ താമസിക്കാത്തതുകൊണ്ട് ഇയാളുടെ പ്രൈവറ്റ് വീട് എന്ത് ചെയ്തു? എക്സൈസ് ഇൻസ്പെക്ടറിന് കൊടുത്തു.
അതുകൊണ്ട് തന്നെ ബഷീറിന് തിരിച്ചു വന്ന് ആൻസസ്ട്രൽ ഹോമിൽ ആ വലിയ ഫാമിലിയോടൊപ്പം താമസിക്കേണ്ടി വന്നു. അപ്പോൾ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്ന ആ ബഷീറിന് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പം എഴുതാതിരിക്കുമ്പോഴെല്ലാം ഇയാൾക്ക് ഭയങ്കര അലപ്പ് തോന്നുവാണ്. അതായത് വളരെ നോയ്സാണ്. ഒരു ഫാമിലി, അതായത് ഒരു വലിയ ലാർജ് ഫാമിലി ആണല്ലോ. ഇപ്പോൾ കുടുംബ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് പിള്ളേരുടെ ബഹളം, ആടിന്റെ ബഹളം, ആനിമൽസിന്റെ ബഹളം, ആളുകളുടെ ബഹളം, ഇതെല്ലാം കൊണ്ട് ബഷീറിന് എഴുതാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം എപ്പോഴും നോയ്സും കൺഫ്യൂഷനും ഒക്കെ ആയിരുന്നു. ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, അവർ തന്നെ ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയുന്നത് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ തന്നെ ഈ വീട്ടിനകത്ത് കയറി ഇറങ്ങി നടക്കുകയായിരുന്നു. സോ അതൊക്കെ ബഷീറിന് വളരെ പ്രശ്നങ്ങളായിട്ട് തോന്നി. പിന്നെന്താണ്, പാത്തുമ്മ എന്ന് പറയുന്നത് എന്താണ്, യങ്ങർ സിസ്റ്ററാണ് ബഷീറിന്റെ. പാത്തുമ്മയുടെ മകളാണ് ഖദീജ. പിന്നെ പാത്തുമ്മയ്ക്ക് ഒരു ആടുണ്ട്. ഈ ആടെന്ന് പറയുന്നത് വളരെ ശല്യമാണ് കേട്ടോ. പാത്തുമ്മ ഇങ്ങനെ ആടിനെ അഴിച്ചു വിട്ടേക്കുവാണ്, അതിനെ കെട്ടിയിടത്തില്ല. അതിങ്ങനെ റോം ചെയ്തുകൊണ്ടിരിക്കും. ബഷീറിന്റെ വീട്ടിൽ ചാമ്പയ്ക്കുണ്ട്. ചാമ്പയ്ക്ക ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് ബഷീറിന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ ക്ലോത്ത്സ് ഒക്കെ തിന്ന് ബഷീർ സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ചിരുന്ന ബുക്സ് ഒക്കെ, നോവൽസ് ഒക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ആടിന്റെ ജോലി. പിന്നെ ഒരു എപ്പിസോഡിനെ കുറിച്ച് പറയുന്നുണ്ട്. കുറേ സ്കൂൾ ഗേൾസ് വന്ന് ബഷീറിന്റെ വീടിന്റെ ഫ്രണ്ടിൽ എപ്പോഴും ഇങ്ങനെ നിൽക്കും. അങ്ങനെ ബഷീർ എന്ത് വിചാരിച്ചു, ബഷീറിനെ കാണാൻ വേണ്ടി ആളുകൾ വന്നയാന്ന് വിചാരിച്ചു. ഫേമസ് റൈറ്ററാണ്, അതുകൊണ്ട് അയാളെ കാണാൻ വേണ്ടി വന്നയാന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ സ്കൂൾ ഗേൾസ് വന്നത് ചാമ്പയ്ക്ക തിന്നാനാണെന്ന്. ബഷീർ നട്ട ചാമ്പയ്ക്ക തിന്നാനാണ് ഇവർ വന്നതെന്ന്. പിന്നെന്താണ്, പാത്തുമ്മ എന്താണ് സീക്രട്ട് ആയിട്ട് ഡിമാൻഡ് ചെയ്തത്? പാത്തുമ്മ ഞാൻ പറഞ്ഞല്ലോ ഖദീജയ്ക്ക് വേണ്ടി ഒരു ഗോൾഡൻ ഇയറിംഗ്സ് ബഷീറിന്റെ അടുത്ത് വേണമെന്ന് പറഞ്ഞു. അതിനുള്ള ഇമ്മീഡിയറ്റ് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഷീർ ബാക്കി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ്. പാത്തുമ്മയ്ക്കോ പാത്തുമ്മയുടെ മോക്കോ ഇങ്ങനെ ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ബഷീർ ഓൾറെഡി അതർ 3 സിബ്ലിംഗ്സിന്റെ മക്കൾക്ക് 3 കുട കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഖദീജയ്ക്കൊന്നും കൊടുത്തിട്ടില്ല, പാത്തുമ്മയുടെ മോൾക്കൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഒരു മോർ എക്സ്പെൻസീവ് ഗിഫ്റ്റ് പാത്തുമ്മ ബഷീറിന്റെ കയ്യിൽ നിന്ന് ആവശ്യപ്പെട്ടത്, മോൾക്ക് കൊടുക്കണം എന്നും പറഞ്ഞു. ആൻഡ് പിന്നെ ബഷീറിന്റെ ഉമ്മയുടെ മോർണിംഗ് റുട്ടീൻ എന്താണ്, ബഷീർ പറയുന്നുണ്ട്, ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് പറയുവാണ്. ഉമ്മ വളരെ വയസ്സായ ഒരു ഉമ്മയാണ് കേട്ടോ. പക്ഷെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള സ്ത്രീയാണ്. 4 മണിക്ക് എഴുന്നേക്കും രാവിലെ. പിന്നെന്താണ് പറയുന്നത്, നമ്മുടെ തൊണ്ടുണ്ടല്ലോ, കോക്കനട്ടിന്റെ ഷെല്ല്, അത് ഇങ്ങനെ എന്താ പറയുക, ഇളക്കുന്നതാണ് ഇവർ ആദ്യം ചെയ്യുന്ന ജോലി. വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ ഇതുപോലെ അതിനെ ഇളക്കും. പിന്നെ കിണറ്റിൽ നിന്ന് വെള്ളം കോരും. മക്കളെ കൊണ്ട് ഓരോ ജോലികൾ ചെയ്യിപ്പിക്കും. 10 മണി വരെ രാത്രി ഇവർക്ക് ഡൊമസ്റ്റിക് ജോലികൾ മാത്രമാണ് ഉമ്മയ്ക്ക്. പിന്നെ പാത്തുമ്മ എന്തുകൊണ്ടാണ് ഗോട്ടിനെ ടെതർ ചെയ്തിടാത്തത്, അതായത് കെട്ടാത്ത എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവർക്കത് ഇഷ്ടമല്ല. പിന്നെ മാത്രമല്ല, ഗോട്ടിനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ എപ്പോഴും പോയി ഫീഡ് ചെയ്യണം. ഇതങ്ങനല്ല, അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും അങ്ങ് തിന്നോളും. പിന്നെ നങ്ങേലി എന്ന് പറഞ്ഞൊരു ഹൗസ് മെയ്ഡിന്റെ കാര്യം പറയുന്നുണ്ട്. നങ്ങേലി എന്ന് പറയുന്നത് നമ്മുടെ ബഷീറിന്റെ ഉമ്മയെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹൗസ് മെയ്ഡായിരുന്നു. കിച്ചണിലും വെളിയിലത്തെ കാര്യം, ഔട്ട്ഡോർ ആക്ടിവിറ്റീസും എല്ലാം. ബഷീർ കുഞ്ഞായിട്ടിരുന്നപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീയാണ് നങ്ങേലി. ബഷീർ കിച്ചണിൽ നിന്ന് ഫുഡ് ഐറ്റംസ് കട്ടപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ നങ്ങേലി അയാൾക്കൊരു അടി കൊടുത്തു. പക്ഷേ ബഷീർ ആയിരിക്കില്ല മിക്കവാറും കക്കുന്നത്. ബഷീറിന്റെ ബ്രദറായിട്ടുള്ള അബ്ദുൽ ഖാദർ ആയിരിക്കും മിക്കവാറും ഈ മോഷണമൊക്കെ നടത്തുന്നത്. പക്ഷേ ബഷീർ ഈ കാര്യം ഉമ്മയെടുത്ത് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഉമ്മ പറഞ്ഞു അത് സാരമില്ല, നങ്ങേലിയെ ജസ്റ്റിഫൈ ചെയ്തിട്ടാണ് പറഞ്ഞത്. നങ്ങേലിയെ അടിച്ചത് കാര്യമായി പോയി എന്നുള്ള രീതിയിലാണ് ഉമ്മ പറഞ്ഞത്. അതിങ്ങനെ വന്നു, ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു എപ്പിസോഡിക്കായിട്ട് ഒരു കണ്ടിന്യൂഷൻ കാണത്തില്ല. പിന്നെ സുഹാസിനി ആരാണ്? സുഹാസിനി എന്ന് പറഞ്ഞൊരു യങ് സ്കൂൾ ഗേൾ ആണ്. ബഷീറിന്റെ വളരെയധികം ഒരു ആരാധികയാണ്. അവളുടെ അച്ഛനാണ് ഒരു മാധവൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ. അദ്ദേഹം എന്താണ് ഓട്ടോബയോഗ്രഫി, ഈ കൊച്ചുമായിട്ട് ഓട്ടോഗ്രാഫ് സൈൻ ചെയ്യാൻ വേണ്ടി ഇയാളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ബഷീർ സുഹാസിനി ഒരു ബ്ലാക്ക് ബ്യൂട്ടി എന്നാണ് വിളിച്ചിരുന്നത്. പിന്നെ സുഹാസിനിക്ക് ചാമ്പയ്ക്കാസ് കൊടുത്തിട്ടുണ്ട് ഇയാൾ. തിരികെ വന്ന് ഓട്ടോഗ്രാഫ് മേടിച്ചിട്ട് തിരികെ പോയപ്പോൾ. പാത്തുമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് പറയാൻ പറഞ്ഞ ബഷീറിന്റെ യങ്ങർ സിസ്റ്ററാണ്. പിന്നെ ഒരു ബഷീർ ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടേഴ്സിലെ ഒരു ഇമോർട്ടലൈസിങ് ക്യാരക്ടറാണ് പാത്തുമ്മ എന്ന് പറയുന്നത്. ബഷീറിന്റെ തന്നെ ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ക്യാരക്ടറാണ്, അല്ലെ സിസ്റ്ററാണ്, ഓൺ സിസ്റ്ററാണ്. പിന്നെ ഈ ബഷീറിന്റെ ലാർജ് ജോയിന്റ് ഫാമിലിയിൽ പാത്തുമ്മയും പാത്തുമ്മയുടെ ആടും ഒക്കെ എന്താണ് ചെയ്യുന്നത്, ഇഷ്യൂസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. ഓക്കെ. പിന്നെ ബഷീറിന്റെ ഒരു അസേർട്ടീവ് ക്യാരക്ടറാണ് പാത്തുമ്മ എന്ന് പറയുന്നത്. അതായത് ബ്രദറിന്റെ അടുത്ത് പോയി കാര്യങ്ങൾ ആവശ്യപ്പെടുക, ഭയങ്കര ബോൾഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ബഷീറിന്റെ വീടിന്റെ അടുത്താണ് പാത്തുമ്മ താമസിക്കുന്നത്. കൊച്ചുണ്ണി എന്നാണ് പാത്തുമ്മയുടെ ഹസ്ബൻഡിന്റെ പേര്. ഡോട്ടറിന്റെ പേര് ഖദീജ. പിന്നെന്താണ്, പാത്തുമ്മ ആടിനെ കെട്ടിയിടത്തില്ല. പക്ഷേ ആടിന്റെ ശല്യങ്ങളെ കുറിച്ച് പറയണം. പിന്നെന്താണ് പറയുന്നത്, ഈ ബഷീറിനെ വളരെയധികം ഇഷ്ടമാണ്, സ്മാർട്ടാണെന്നൊക്കെയാണ് പാത്തുമ്മ പറയുന്നത് കേട്ടോ. പിന്നെ എന്താണ്, ഈ ഒരു ആടിനെ വളർത്തി എങ്ങനെയെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടാം എന്നും പറഞ്ഞാണ് പാത്തുമ്മ ഇരിക്കുന്നത്. പക്ഷെ പാത്തുമ്മയുടെ ആടിന് വേറെ പരിപാടികളൊക്കെ ആണ്. പിന്നെ പാത്തുമ്മയുടെ ആട് ഒരു മെറ്റഫറായിട്ട് നമുക്ക് പറയാം. അതായത് ജീവിതത്തിലെ സന്തോഷത്തിന്റെയും പ്രശ്നങ്ങളുടെയൊക്കെ ഒരു മെറ്റഫറായിട്ട്, അതായത് ഈ ആട് സന്തോഷവും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് ജീവിതത്തിൻ്റെതായിട്ടുള്ളൊരു മെറ്റഫറായിട്ട് നമുക്ക് സുഖ ദുഃഖങ്ങളെ കുറിച്ചുള്ള മെറ്റഫറായിട്ട് ആടിനെ നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പം പാത്തുമ്മയുടെ ആടെന്ന് പറയുന്നത് നമ്മുടെ മലയാളം ലിറ്ററേച്ചറിൽ തന്നെ ഒരു സ്റ്റേറ്റസ് ഉണ്ട്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് എല്ലാം, ഈ ഒരു ബുക്കിലത് ക്യാരക്ടേഴ്സും ഫാമിലി മെമ്പേഴ്സും എല്ലാം എന്താണ്, പാത്തുമ്മയുടെ ആടിനാണ് ശരിക്കും പറഞ്ഞ പ്രോട്ടഗോണിസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. നോവലിലെ മെയിൻ ക്യാരക്ടർ പാത്തുമ്മയുടെ ആടാണ്. പിന്നെ ബഷീർ
പറയുന്നുണ്ട്. ഗോട്ട് എന്ന് പറയുന്നത് എന്താണ്? വീട്ടിൽ ആ വീട്ടിൽ പോവർട്ടിയുടെയും അല്ലെങ്കിൽ സന്തോഷത്തിന്റെയും ഒക്കെ ഒരു മെറ്റഫറാണ് ഗോട്ട്. തലയോലപ്പറമ്പിലാണിത് ഹാപ്പൻ ചെയ്യുന്നത്. ആൻഡ് പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വളരെയധികം ഭയങ്കര വിശപ്പുള്ള ഒരു ജീവിയായിട്ടാണ് കേട്ടോ ഈ ഗോട്ടിനെ ഇതിനകത്ത് അവതരിപ്പിച്ചേക്കുന്നത്. അതായത് എന്ത് കണ്ടാലും എന്താണ് അതിന്റെ കണ്ണിൽ എന്ത് കണ്ടാലും അതെടുത്തങ്ങ് തിന്നും. അപ്പോൾ ബഷീർ ഒരു ദിവസം ലഞ്ച് കൊണ്ടുവന്നു. ബഷീറിന്റെ ലഞ്ചൊക്കെ ഒരു ദിവസം ഇതെന്ത് ചെയ്തു, എടുത്ത് കഴിച്ചു. ബഷീർ ലഞ്ച് എന്ന് വെച്ചാൽ ബഷീറിന് ഇലയിൽ ഇങ്ങനെ ചോറ് വിളമ്പി വെച്ചിരുന്നു. അപ്പോൾ അത് ഈ ആടെടുത്ത് തിന്നുന്നതായിട്ടൊരു എപ്പിസോഡൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇയാളുടെ നോവൽസ്, ബ്ലാങ്കറ്റ്, ബുക്സ് എല്ലാം എടുത്ത് തിന്നുന്നുണ്ട്. ബഷീറിന്റെ ഒരു ലിറ്റിൽ നെഫ്യൂ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. കാരണം ബഷീറിന്റെ ആ നെഫ്യൂവിന്റെ ട്രൗസറിൽ കിടന്ന് 25 പൈസ ഗോട്ടെടുത്ത് വിഴുങ്ങിയെന്നും പറഞ്ഞ്. അപ്പം ആ കൊച്ചിനെ പേടിയായി അവന്റെ അച്ഛൻ അടിക്കുമെന്ന് വിചാരിച്ച് ആട് വിഴുങ്ങിയെന്നും പറഞ്ഞു. പക്ഷേ ബഷീർ എന്ത് ചെയ്തു, 25 പൈസ ആ കുഞ്ഞിനെ എടുത്ത് കൊടുത്തു. ആൻഡ് എന്നിട്ട് പിന്നെ അടുത്ത ദിവസം ഈ ഗോട്ട് ഡെഫിക്കേറ്റ് ചെയ്യുന്നത് വരെ കാത്തിരുന്നു ആ പൈസ എടുക്കാൻ വേണ്ടി. അങ്ങനെ കുറച്ച് ഹ്യൂമറസ് ആയിട്ടുള്ള എപ്പിസോഡ്സ് ഒക്കെ ഉണ്ട്. വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ബ്ലാക്ക് കോമഡിയാണ് ഇദ്ദേഹം എംപ്ലോയ് ചെയ്തേക്കുന്നത്. ബ്ലാക്ക് കോമഡി, അതായത് ഡാർക്ക് ആയിട്ടുള്ള കോമഡി, പോവേർട്ടിയിൽ, അതായത് ഹ്യൂമർ ബേസ്ഡ് ഓൺ പെയിൻ, അതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതാൻ പറഞ്ഞാൽ മിസ്സി പറഞ്ഞ് ഇത്രയും കാര്യങ്ങളങ്ങ് എഴുതിയാൽ മതി. പാത്തുമ്മയുടെ ആട്, ഇതിനെക്കുറിച്ച്, ഫാമിലിയെക്കുറിച്ച്. അപ്പോൾ ഈ ഒരു വർക്കിനകത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ലാർജ് ഫാമിലിയിൽ ഉണ്ടാവുന്ന അഡ്ജസ്റ്റ്മെന്റ്, ഷെയറിങ്, ടുഗെദർനെസ്, ടോളറൻസ്, ഇതൊക്കെയാണ്. സ്ത്രീകൾ എങ്ങനെയാണ് ഇതൊക്കെ സഹിക്കുന്നത്. പിന്നെ ഗോട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു മെറ്റഫർ ആവുന്നത്. അതായത് ആ ഫാമിലിയിലെ പോവർട്ടിയുടെയും സന്തോഷത്തിന്റെ ഒക്കെ ഒരു സിമ്പിളാണ് ഗോട്ട് എന്ന് പറയുന്നത്. പിന്നെ പാത്തുമ്മയെ കുറിച്ച് പറയുക, പാത്തുമ്മയുടെ ഗോട്ടിനെ, പിന്നെ മിസ് പറഞ്ഞ ലിറ്റിൽ നെഫ്യൂവിന്റെ 25 പൈസയുടെ കാര്യം പറയുക, ബ്ലാക്ക് കോമഡിയാണ് എംപ്ലോയ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം പറയുക. അത്രയും പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.